ഈ പെണ്ണൊക്കെ ആക്കി വെച്ചിക്കണല്ലോ, നെയ്ച്ചോറും കറിയും പൊരിച്ചാള്ള ഇറച്ചി വരെ തേച്ച് വെച്ചിരിക്കുന്നു. സായിന എത്താ അത് തൈരേനി അപ്പൊ തന്നെ വെച്ചാ തണുത്തോളൂല്ലോ. അത് നന്നായി. ഉച്ചയാകുമ്പോൾക്ക് തണുത്തോളും. എന്നാല് അല്ല പെണ്ണെ, എത്താ പന്റെ കഥ? ഞാൻ ഒന്ന് അവിടെ പോയെന്നപ്പാക്കിനിതാ നെയ്ച്ചോറും കറിയും പൊരിച്ചാള്ള ഇറച്ചി വരെ തേച്ചിക്കണല്ലോ. എനിക്ക് റെസ്റ്റ് പറഞ്ഞതല്ലേ? എനിക്കൊരു കുഴപ്പമില്ലമ്മ, അതുകൊണ്ടൊന്നും. എനിക്കിപ്പോ സന്തോഷാണ്. ഇക്ക നോക്കാൻ നിങ്ങള് എത്ര ആയിക്കണ് ഇങ്ങനൊക്കെ നിന്നിട്ട്? 1 മാസമായിപ്പോ ഇവിടെ ഇങ്ങനെ നിക്കാൻ തുടങ്ങിയിട്ട്. മറ്റേ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് പോകണതല്ലേ. എനിക്കിപ്പോ കുറച്ച് പണി വിചാരിച്ചു. ഒരു കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടമ്മ. അല്ല, ഇന്നല്ലേ കാണിച്ചേണ്ട ദിവസം? ഇത് ബുക്ക് ചെയ്തിക്കണോ? അല്ലാ, നിങ്ങള് പറഞ്ഞപ്പോഴാണ് ഓർമ്മത്. ഇന്ന് പോകാനുള്ളതാ, ബുക്ക് ചെയ്തിട്ടില്ല. മാപ്പള്ളിനെ കണ്ട തിരക്കില്ല, അതൊക്കെ മറന്നൂലേ? ഞാൻ പോയി ചെയ്യട്ടെ എന്നാല്. ആയിക്കോട്ടെ, എന്നാ പോയി വേഗം ബുക്ക് ചെയ്തോളാം. നീ പോകാൻ വൈകും. പിന്നെ നല്ല കഥ തന്നെ, പറഞ്ഞിട്ടും കാര്യമില്ല. ആഴ്ചയിൽ ഒരിക്കലല്ലേ പോകാൻ വരലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അതിന്റെ സന്തോഷാണ്. പാവാണ്. അല്ല, എവിടെ ഇനി പണിയൊക്കെ കഴിഞ്ഞോ? പണി ഇതൊക്കെ കഴിഞ്ഞാണ് വരിക. അതല്ല, ഇനി പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞ ദിവസം ഞാൻ മറന്നു ബുക്ക് ചെയ്യാണ്. ഇമ്മ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ഇപ്പൊ രാവിലെ ബുക്ക് ചെയ്തിക്കാണ്. അത് നല്ല കഥ. അതൊക്കെ മറക്കാൻ പാടുണ്ടോ? അന്ത ശരീരവും കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടോ. എന്നോട് റെസ്റ്റ് പറഞ്ഞല്ലേ, ഇങ്ങനെ പണിയെടുത്ത് നടക്കല്ലേ. റെസ്റ്റും കാര്യൊക്കെ പറഞ്ഞിക്കണെങ്കിൽ എനിക്കിപ്പോ അതൊന്നല്ല. എനിക്ക് നിങ്ങളിപ്പോ എന്റെ ഒപ്പം ഉണ്ടല്ലോ, അതിന്റെ സന്തോഷാണ്. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലല്ലേ കാണുള്ളൂ. അപ്പൊ വന്നത് കുടുങ്ങിയോ? അതെ, നിങ്ങൾ അങ്ങനെ പോവണ്ട, ഇവിടെ തന്നെ നിന്നോളൂ. ഞാൻ ഇവിടെ നിന്ന എങ്ങനെയാ ശരിയാകും ഷായിന? എന്റെ പ്രസവത്തിന് ഇതിനൊക്കെ ഉള്ള പൈസ വേണ്ടേ? അത് കഴിഞ്ഞിട്ടാണെങ്കിലും പൈസ ചെലവനല്ലേ നീ വരുന്നത്? എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ വിട്ടു നിക്കുമ്പോ ഭയങ്കര സങ്കടമാണ്. അത് പെച്ചു അങ്ങനെ തന്നെ അല്ലേടി. ഞമ്മക്കേ 90 കഴിയണ വരെയെങ്കിലും എങ്ങനെങ്കിലും ഒക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിക്കാനും കാട്ടാനൊക്കെ നോക്കാം. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കാം. ചെക്കപ്പ് ഉള്ളതല്ലേ. അപ്പൊ ബുക്കൊക്കെ ചെയ്തല്ലേ. ഞാൻ ഏതായാലും ഒന്ന് കുളിച്ചിട്ട് വരാം. ഇത് മാറ്റിക്കോ. നിങ്ങൾ കുളിച്ച് വരി. നീ ഇവിടെ ഓരോന്ന് ആലോചിച്ച് കുത്തിരിക്കാൻ നിക്കണ്ട, വേഗം പോയി മാറ്റിക്കോ. ഞാൻ ഇപ്പൊ വരാം. ഇതന്നെ വീട് തോന്നുന്നുണ്ട്. എന്തൊരു വെയിലാ. ആരും കാണുന്നില്ലല്ലോ. ബെല്ലടിച്ചു നോക്കാം. ആരാപ്പ അവിടെ ബെല്ലടിച്ച്? സായിനാണെങ്കി മാറ്റാൻ പോയതേക്കാരെ പോലും ഹോസ്പിറ്റലിൽ പോകാനൊന്നും. പോയോക്കട്ടെ, ആരാണാവോ? ആരാ? ഏതാ കുട്ടിയെ? ഉമ്മ ആയിരിക്കൂലേ. ഞാൻ ഈ റഷീദ് ഖാനെ ഒന്ന് കാണാൻ വന്നതാ. റഷീദ്, ഓൻ ഇവിടെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് പോരാ, കുട്ടിനെ വെയിൽ വിളിച്ചണ്ട. ബാ, ഉള്ളിലേക്ക് ഇരിക്ക. കണ്ട മറ്റേ കിസ്തിരി ഇട്ടച്ചോണ്ട് ഏതായാലും നന്നായി. ഷൈന, ഷൈന. അമ്മ ചേച്ചി വാതിലും തുറന്ന. അതാ വരുന്നു. പണിയിലേക്കായിരുന്നു. എന്തമ്മ? ഷൈന, അതെ, ഇത് റഷീദിനെ ചോദിച്ചിങ്ങാണ്ട് വന്നതാണ്. ഇക്ക കുളിക്കാൻ പോയത്. എന്നല്ലേ ചെക്കപ്പിന് പോകാൻ പറഞ്ഞത്. അപ്പം പോണതിന് മുമ്പ് കുളിച്ചിങ്ങാണ്ട് വേഗം വരാറിന് പോയിക്കണ്. ബാത്റൂമിലാണ്. അല്ലമ്മ, ഇതാരാ? ഇതും എന്റെ പെണ്ണുങ്ങളാണ്. ഭാര്യയോ? ഉമ്മ, റഷീദൊക്കെ കല്യാണം കഴിച്ചതാണ് എന്നെ. ഇതുപോലെ കുട്ടിയാണ്. എത്തൊക്കെയാ പെണ്ണേജി പറയണത്? എന്നോട് ഇങ്ങനെ ഭാര്യ ഉള്ളതൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ ഉമ്മ ഉണ്ട്, 2 പെങ്ങന്മാരുണ്ട്, അങ്ങനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ 1 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞതാ. കുട്ടിന്റെ 90 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞതാ. എനിക്ക് സ്വന്തം വീട് പോലും ഇല്ല. ഞാൻ യത്തീംഖാനയിൽ വളർന്നതമ്മ. എന്നോട് ഇങ്ങനെ നല്ല പറഞ്ഞത്. ഭാര്യ എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ 1 മാസമായിട്ട് ആ വൈക്ക് വരണമില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കണമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്.
എന്നിട്ട് അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് പോകുന്നത്. അതെ, വീട്ടുകാരി വന്നിങ്ങാണ്ട് വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. എന്റെ ഒക്കെ അങ്ങനത്തെ ആളൊന്നല്ല. എനിക്ക് നിങ്ങളെ അടുത്ത് കള്ളം പറയേണ്ട എന്താ ആവശ്യമുള്ളത്? ഞാൻ വിശ്വസിക്കൂലമ്മ അത്. ഓരോരുത്തർ എന്തെങ്കിലും പറയുന്നിട്ടുങ്ങാണ്ട് എനിക്ക് എന്റെ ഇക്കാനെ അറിയാം. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂലെന്ന് അറിയാം. ഒരു വീട്ടിൽ കയറി നിങ്ങാണ്ട് പറയണ കോലാണല്ലോ ഇപ്പൊ അത്. എങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നത്? ഓളെ കണ്ടില്ലേ, പള്ളിയുള്ള ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിങ്ങാണ്ട് അങ്ങനെ എനിക്കത്തെ വർത്താനം പറയണ്ടോളൂ. ആ, ഓനതാക്കണ വരുന്നു. ഇക്ക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാര്യയൊക്കെ ഉള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു മാസമായിട്ട് നിങ്ങളെ കാണാനായിട്ടാ ഞാൻ വന്നു നോക്കിയത്. എത്ര വെച്ചിട്ട് ഞാൻ പിടിച്ചിക്ക. അവിടെയുള്ള ഓണർ വന്ന് വാടകയും കാര്യമൊക്കെ ചോദിക്കാം. ഞാൻ എന്താ ചെയ്യുന്നത്? ഈ കുട്ടിനെ വെച്ച് എന്താ ചെയ്യേണ്ടത്? ഞാൻ കാണാനായിട്ട് വന്നു നോക്കിയത്. അപ്പോഴും നിങ്ങളുമ്മൊക്കെ പറഞ്ഞത് നിങ്ങളെ ഭാര്യയാണെന്നൊക്കെ. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത്? അല്ല റഷീദേ, എനിക്കറിയവളെ ഓള് ഇവിടെ വന്നുങ്ങാണ്ടേ ജോളെ കെട്ടിക്കണ ആ കുട്ടി എന്റേതാണ്, അങ്ങനത്തെ ഓരോരോ വർത്താനം പറയണേ. ഞങ്ങൾക്ക് ആർക്കും ഓരോതുമില്ല. എനിക്കറിയോളെ. എനിക്കൊന്നും അറിയില്ലമ്മ. ഇത് ആരെല്ലിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. എന്ത്? നിനക്ക് എന്നെ അറിയില്ലല്ലേ? നിനക്ക് കുട്ടീനെ അറിയില്ലല്ലേ? ചതിക്കല്ലേ? കേട്ടില്ലേ? ഓനെ അറിയൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഓരോന്ന് വന്ന് ഇങ്ങനെ ചേൽക്കാൻ നിൽക്കരുത് കേട്ടോ. ഓരോരുത്തർ വന്ന് ഇങ്ങനെ പറയണൊരു വർത്താനം നോക്കടി. നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിക്കണം. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നിനക്ക് തെളിവല്ല കാണിച്ചെന്നെ? നിനക്ക് ഞാൻ അറിയില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇതമ്മ, ഇതൊന്ന് നോക്കി. ഈ ഫോണിലുണ്ട്, ഇവിടെ നോക്കി. എത്ര തെളിവാണ് എൻ്റെ അടുത്തുള്ളത് നോക്കട്ടെ. അവിടെ കൊണ്ട. അല്ല റഷീദേ, എത്താ ഞാനീ കാണുന്നത്? ഇവിടെ പറയുന്നതിൽ സത്യമുണ്ടോ? ഞാൻ പണിയെടുക്കണീന്റെ അടുത്തമ്മ. ഓള് പഠിച്ചാ പോണ അങ്ങനെ കണ്ട് ഇഷ്ടായി കണ്ട് കെട്ടിയതാ. വേറൊന്നും കരുതിയില്ല. അങ്ങനെ പറ്റിപ്പോയിമ്മ. എന്ത് വർത്താനാണ് പറയുന്നത്? അത് വെച്ചല്ലപ്പോ കുറച്ചു നേരത്തെ ഓൾ അറിയില്ല അറിഞ്ഞത്. ഇപ്പൊ എനിക്ക് അറിയില്ലേ? ആ കുട്ടി ഇപ്പൊ എന്റേതാണല്ലേ? മനസ്സിലായില്ലമ്മ, ഞാൻ നോടല്ല പറഞ്ഞത്, സത്യ പറഞ്ഞത്. നിങ്ങളാരോടും വന്ന് നോട പറഞ്ഞൊന്നും നേടും കാട്ടൊന്നും വേണ്ട. എത്രയായിട്ട് കാണായിട്ട് വന്നു നോക്കിയത്. ചെറിയ കുട്ടിലും കൂടി ഞാൻ എന്തമ്മ ചെയ്യുന്നു? എന്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവിടെ ഒന്നിനെ കണ്ടില്ലേ ജി? 4 മാസമുള്ളൂ നീ പ്രസവിച്ചാനേ. മോളെ ഷായിന, 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 ഇതൊന്നും കാട്ടില്ല. ഒന്ന് വാതില് തുറന്ന. എടി, ഒന്ന് വാതില് തുറക്ക് ഷായിന. എടി, നമുക്ക് തീരുമാനം ഉണ്ടാക്ക പെണ്ണ. ഒന്ന് വാതില് തുറക്ക് ഷായിന, ഒന്ന് വാതില് തുറക്ക്. എടാ റഷീദ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒക്കെ എന്തെങ്കിലും പറ്റണ്ടല്ലോ. ഞാൻ വെറുതെ വിടൂല. ഷായിന, വെറുതെ എന്തൊക്കെയാണ്. നിങ്ങൾ ഇത്രയും വലിയൊരു ചതിയനാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലേ. നിങ്ങൾ ഈ കാണിക്കാൻ സ്നേഹം മൊത്തം സത്യമാണ് വിചാരിച്ചിട്ടാണ്. ഞാൻ ഇത്രയൊക്കെ എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടും കൂടി ഒരു ഇതുമില്ലാതെ ഞാൻ ഇവിടെ പണിയെടുത്തും കാട്ടുന്ന എനിക്ക് ഇത്രയും സന്തോഷം ഉള്ളതുകൊണ്ട് ഇനി ഒരു മാസത്തിന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏതായാലും നിൽക്കൂല. ഷായിന, ഇച്ച് പോകല്ലേ മോളെ. എന്താ വെച്ചാ നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. വേണ്ടമ്മ, ഇങ്ങനെ എന്നെ ചതിച്ചൊരാളെ കൂടെ എനിക്ക് ജീവിക്കണ്ട. ഇങ്ങനെ ഒരു പെണ്ണും കുട്ടിപ്പുറത്ത് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇനി കേൾക്കണോ? എനിക്ക് കഴിയൂലമ്മ. എനിക്കിനി എന്ത് പറഞ്ഞാലും എനിക്ക് കഴിയൂല. ഞാൻ പോവാ. ഷായിനാജ് പോകല്ലേ. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഒന്ന് മനസ്സിലാക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പോണതിന് മുമ്പ്. എന്റെ ഈ കുട്ടിന്റെ അവകാശം പറഞ്ഞ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങളെ കാണാൻ പാടില്ല. അപ്പൊ എനിക്ക് സമാധാനായില്ല റഷീദ്. എന്തിനാ ഇത്രയും വലിയൊരു ചതി ചെയ്യാൻ നിക്കണത്? നിങ്ങളൊന്ന് പറയുമ്പോ അവളോട് പോകല്ലേന്ന്. എനിക്ക് കഴിയുമല്ലോ അങ്ങനെ ഒരു ചതി എന്റെ കൂടെ ജീവിക്കാൻ. ദൈവത്തിന് ഇതെന്നെ വെറുതെ വിട്ടാല് പോവാ. മോളെ, റഷീദെ, എനിക്കിപ്പോ സമാധാനായില്ലേ? ആ കുട്ടീനെ അവിടുന്ന് പറഞ്ഞയച്ചപ്പോ
ഇതിന്റെ ശാപം ജൗടെ കൊണ്ടേ കളയാ. അല്ല റബ്ബേ, പള്ളിയിൽ നിന്ന് ഒരു പെണ്ണിനെയാണ് ചെറുക്കി വിട്ടുകണത് ഇപ്പൊ. ഇമ്മ ഇതൊന്നും കേക്കും കാണും ചേച്ചാൻ വെച്ചല്ലോ. എനിക്ക് വള കാര്യത്തിൽ എന്താ തീരുമാനം എടുക്കുള്ളത്? ഓളെ ഇവിടുന്ന് പറഞ്ഞു വളവട പൊറപ്പിച്ചാനാ? ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല അമ്മ. എനിക്ക് എന്താ കാട്ടേണ്ടി അറിയില്ല. കുട്ടിയെ, എന്നോടൊരു കാര്യം പറയട്ടെ. ഇവന്റെ ഈ കളിയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഇപ്പൊ പോയ അവന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഓളും അറിഞ്ഞിട്ടില്ല. ഇവന്മാർക്കത്തൊരു കൊടും ചതി ചെയ്തെന്ന് ഞങ്ങൾ ആരും കരുതിയിട്ടുമില്ല. കണ്ടില്ലപ്പോ 4-5 മാസം കൂടെ ഉള്ളു പ്രസവിച്ചാൽ ആ പെണ്ണ് അവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ട്. അറിയില്ല എന്നോട് എന്താ പറയണ്ടേ, അത് അറിയില്ല. വല്ലാത്തൊരവസ്ഥയാണ്. വേണ്ടമ്മ, ഈ കാര്യം ജീവിതമില്ലാതാക്കിയിട്ടൊരു ജീവിതം വേണ്ട. ഇങ്ങനൊരു ചതിന്റെ കൂടെ ജീവിക്കാന് എനിക്ക് താല്പര്യമില്ല. ഞാൻ ചെറുപ്പത്തിലെ ഉമ്മ വാപ്പില്ലാതെ വളർന്നതും കാട്ടിയതൊക്കെ ആ എത്തിങ്കാനിയില്. പക്ഷെ എന്റെ കുട്ടിക്ക് നമ്മണ്ട്. ഞാൻ നോക്കും എന്റെ കുട്ടിന്. ഇങ്ങനത്തെ ഒരു വാപ്പാൻ എന്റെ കുട്ടിക്ക് വേണ്ട. അവരെ ഭാര്യ ഇവിടുന്ന് പോയില്ലേ, അവര് ആ പള്ളിയുള്ള ആ പെണ്ണിന്റെ കണ്ണീര് ചാവും എന്റെ കുട്ടിന്റെ മേത്താ പറ്റും. ഇങ്ങനെ ഒരാളെ വേണ്ടമ്മ. ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരൂല. ഞാനും എന്റെ കുട്ടി പോവമ്മ. ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വരൂലേന്ന്. എന്താ റഷീദജി മനസ്സിലാക്കിയിട്ടുണ്ട്? ഓരോ പെണ്ണുങ്ങളെ ജീവിതം വെച്ചിട്ടാ കളിച്ചത്. നിന്റെ പള്ളിയിൽ നിന്ന് തന്നെ പോന്നല്ലോ റബ്ബേ, ഇങ്ങനെ ഒരു സാധനം. ഈ ശാപെല്ലാം കൂടി കൊണ്ട് എവിടെ വെച്ചാ തീർക്ക? വല്ലാത്തൊരു. ആ ചായനെ എത്ര സന്തോഷത്തിൽ അവിടെ നടന്നത് അറിയോ? ഓളെ ശരീരം കൂടി നോക്കാതെ അനക്കും വേണ്ടി ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടാണ്. അങ്ങോട്ട് നോക്ക്, അവിടെ നെയ്ച്ചോറും കറി ഉണ്ടാക്കി വെച്ചിട്ട് എത്തിനറിയോ? ഓളെ സന്തോഷം കൊണ്ടാണ് ഇതൊക്കെ. മറ്റേ പെണ്ണോ ഒരു എത്തിയും കുട്ടിനെയാണ് പറഞ്ഞു പറ്റിച്ചിങ്ങാണ്ട് ഒരു കുട്ടിയാക്കിങ്ങാണ്ട്. ഇതെല്ലാം കൂടി കാണും കേക്കും ചേച്ചാൻ. ഇച്ച് ഞാനെ കാണണ്ട. ഇച്ച് ഇങ്ങനെ ഒരു മകൻ തന്നെയല്ല. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചാലും വേണ്ടിയില്ല. എന്റെ 2 പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടിക്കണല്ലോ. ഓൽക്കാണ് ഈ ഗതി വന്നതുണ്ടെങ്കിലോ അതായാലും ഉച്ച കഴിച്ചാൽ വെച്ചോ. ഞാൻ എന്റെ ചായനാനൊക്കെ എങ്ങനെയാ കണ്ടത്? ഒരു മരുവളായിട്ടല്ല, സ്വന്തം മകളായിട്ടാ. അതിനെയാണ് ഇവിടുന്ന് വെച്ച. മറ്റേതാണെങ്കിൽ ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് കഴിയൂല. ഈ ചെപ്പ് ഇറങ്ങിക്ക എന്റെ വീട്ടിൽ നിന്ന്. എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്ക. ചെത്തും പറയാനില്ല. എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. ഇച്ച് വേറൊന്നും പറയാനില്ല. ഇപ്പൊ ഇറങ്ങിക്കോ. പിന്നെ റഷീദേ, ഇതൊന്നും അവിടെ നിന്നാ ഇച്ച ഒരു കാര്യം പറയാണ്ട്. ഇച്ചിനി ഇങ്ങനെ ഒരു മകനില്ല. ഈ വീടും ഈ വീട്ടിലുള്ള ആൾക്കാര് അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വരിക തന്നെ വേണ്ട. എവിടേക്കാച്ചാ പോയിക്കോ. ഇനി ഇങ്ങനെ ഒരു ഉമ്മ ഉണ്ടെന്നോ നിനക്ക് പെങ്ങന്മാരുണ്ടെന്നോ വേറെ ആരും ഉണ്ടോ ഈ വീടായിട്ട് എനിക്ക് ഇനി ഒരു ബന്ധമില്ല. ജിന്നിന്റെ കൺമുമ്പക്ക് വരരുത്. ഞാൻ മരിച്ചാ പോലും ഞാൻ കാണാജി വരരുത്. ഇറങ്ങി പോയിക്കോ എവിടേക്കാച്ചാല്.